ഹായ് ഫ്രണ്ട്സ്, മലയാളി ഫ്രം ഇന്ത്യ. സംവിധാനം ഡിജോ ജോസ് ആന്റണി, കഥ തിരക്കഥ സംഭാഷണം ഷാരിസ് മുഹമ്മദ്, മ്യൂസിക് ജേക്സ് ബിജോയ്, നിർമ്മാണം മാജിക് ഫ്രെയിംസ് സെലിസ്റ്റിൻ സ്റ്റീഫൻ. ഈ സിനിമ നമ്മൾ ആദ്യത്തെ പ്രോമോ കണ്ടതുപോലെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി എന്റർടൈനർ ഒന്നുമല്ല. ആ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഇവർ ടീസർ ഇറക്കിയത്. അത് ഇന്നലത്തെ പ്രസ് മീറ്റിലും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് ആ ടീസർ ഇറക്കേണ്ടി വന്നത് എന്നുള്ളത്. ഞാൻ ഈ വീഡിയോയുടെ തമ്പനയിൽ പറഞ്ഞതുപോലെ ഇതൊരു പാക്കേജാണ്. പാക്കേജ് നമ്മൾ കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ കോമഡി ഉണ്ട്, നല്ല രീതിയിൽ ഇമോഷണൽ മൊമെന്റ്സ് ഉണ്ട്, ഫീൽ ഗുഡ് മൊമെന്റ്സ് ഉണ്ട്, ആക്ഷന് അധികം പ്രാധാന്യമില്ല, കുറച്ചുണ്ട്. റൊമാൻസ് ഇല്ല, നമ്മൾ പ്രോമോയിൽ കണ്ട പോലെ അങ്ങനെ ഒരു റൊമാൻറ്റിക് മൊമെന്റ്സ് എന്ന് പറയാൻ ഒരു നിമിഷം പോലും ഇല്ല. അങ്ങനെ പാക്കേജ് എന്ന് പറഞ്ഞ് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ. പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം. എന്നെ സംബന്ധിച്ച് ത്രൂ ഔട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ എന്റർടൈൻ ചെയ്യിപ്പിച്ച്, എൻജോയ് ചെയ്യിപ്പിച്ച്, സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ച സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. പടം ഇഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം ഈ സിനിമ തരുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആക്ഷേപഹാസ്യത്തിന്റെ ഒക്കെ ഒരു മേമ്പോടി ചാർത്തിയിട്ടാണ് മെസ്സേജ് പറയുന്നത്. അതെന്താണെന്ന് പറഞ്ഞ സ്പോയിലർ ആകും, എന്നാലും ഔട്ട്ലൈൻ പറയാം. ഇന്ത്യയിലെ തന്നെ മതത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പാർട്ടി, അതിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. മതത്തിനെ യൂസ് ചെയ്യുന്ന വേറെ പാർട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഡിജോയുടെ കഴിഞ്ഞ പടം ജനഗണമന എടുത്താൽ നമുക്കറിയാം ഏത് പാർട്ടിയാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്ക് ഈ പടം ഇഷ്ടപ്പെടില്ല. അതേ ഒരു എഫക്റ്റ് മലയാളി ഫ്രം ഇന്ത്യക്കും ഉണ്ടാവും. ഒരു വിഭാഗം ആൾക്കാർ ഇത് പടം കാണാതെ തന്നെ ഡീഗ്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി പടത്തിനെ കുറച്ച് കീറി മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്കുകളൊക്കെ കണ്ടെത്താൻ പറ്റും. പക്ഷെ അങ്ങനെ കീറി മുറിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ പടം കാണാൻ പോകുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടിയാണ്. അത് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാലും അല്ലെ യൂട്യൂബ് റിവ്യൂസ് നോക്കിയാലും കുറേയേറെ നെഗറ്റീവ് മിക്സ് റിവ്യൂസ് ഈ പടത്തിന് വരുന്നുണ്ട്. പക്ഷേ നിവിന്റെ ഓഡിയൻസ് ആരാണ്? ഞാൻ പവി കെയർടേക്കറിനെ കുറിച്ച് പറയുമ്പം ദിലീപിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഫാമിലി ഓഡിയൻസ് ആണ് നിവിന്റെ ടാർഗറ്റ്. ഫാമിലി ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള 100% സാധനങ്ങൾ മലയാളി ഫ്രം ഇന്ത്യയിലുണ്ട്. ഇനി നിവിൻ പോളിയിലേക്ക് വരാം. പടത്തിനെ കുറിച്ച് ഞാനൊരു പാക്കേജ് എന്ന് പറഞ്ഞു. നിവിൻ പോളിയെ സംബന്ധിച്ച് ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. അദ്ദേഹത്തിന്റെ കോമഡി ടൈമിംഗ് നമുക്കറിയാം, ഏറ്റവും കംഫർട്ട് സോണാണ്. അത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ മൊമെന്റ്സ് അതും അതിഗംഭീരം. പ്രത്യേകിച്ച് അമ്മയുമായുള്ള സീനുകൾ, അമ്മയായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ മഞ്ജു പിള്ളയാണ്. അവരും നമ്മുടെ ടിപ്പിക്കൽ നാട്ടിൻ പുറത്തുകാരി അമ്മ, ഗംഭീര അഭിനയമായിരുന്നു. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ കൂട്ടുകാരനായിട്ട് നമ്മൾ പ്രൊമോയിൽ കണ്ടതാണ്. അദ്ദേഹം എനിക്ക് അങ്ങനെ വലിയൊരു ഇംപ്രസീവ് ആയിട്ടൊന്നും തോന്നിയില്ല. അദ്ദേഹത്തിന്റെ കോമഡിയൊക്കെ അധികം എന്നെ സംബന്ധിച്ച് വർക്കായില്ല. പിന്നെ സലീം കുമാർ ഡിജോ ജോസിന്റെ തന്നെ ക്യൂനിലും വളരെ നല്ല വേഷത്തിലുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് സ്ക്രീൻ ടൈമേ ഉള്ളൂ, നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ ഒറ്റ സീനിൽ ഷോ സ്റ്റീലർ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു നടനുണ്ട്, അദ്ദേഹത്തിന്റെ പേരെനിക്കറിയില്ല. അതിപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഞാനിവിടെ പറയാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ടീസറിലൊന്നും കാണിക്കാത്തൊരു നടനാണ്. അദ്ദേഹത്തിന് എത്ര സ്ക്രീൻ ടൈം ഉണ്ട് എന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല, സ്പോയിലറായി പോകും. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ എനിക്ക് നിവിൻ പോളിയെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിവിൻ പോളി അതിഗംഭീരാണ്. അപ്പോൾ ആ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ചിന്തിച്ചു നോക്കുക എത്രമാത്രം ഗംഭീരമായിട്ടായിരിക്കും ഈ നടൻ പെർഫോം ചെയ്തിരിക്കുന്നതെന്ന്. അത് നിങ്ങൾ സിനിമ കണ്ടുകൊണ്ട് തന്നെ അറിയണം. ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. ജനഗണമന എന്നുള്ള സിനിമ പൃഥ്വിരാജിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിനിമ പോലെയാണ്. കാരണം സീരിയസ് ആയ സബ്ജക്റ്റ് അത്രയും ബോൾഡായിട്ട് പറയണമെങ്കിൽ അതുപോലത്തെ ഒരു ആക്ടറുമാണ്. ഇവിടെ ആക്ഷേപഹാസ്യത്തിന്റെ രൂപത്തിൽ ഇത്രയും മികച്ചൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ നിവിൻ പോളിക്ക് വേണ്ടി ചെയ്ത ഒരു ടൈലർ മെയ്ഡ് സ്ക്രിപ്റ്റ് പോലെയുണ്ട്. കാണുന്ന ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള സ്പോയിലറും വേണ്ട, അല്ലെ കഥയുടെ ഒരംശം പോലും അറിയാൻ പാടില്ല എന്നതുകൊണ്ടായിരിക്കും ടീസറിൽ പോലും കഥയുടെ ഒരു ഭാഗം പോലും മെൻഷൻ ചെയ്തില്ല. അപ്പോൾ റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ റിവ്യൂ ബ്ലോഗും ഉണ്ടല്ലോ, അതിലൊക്കെ നമ്മൾ ഈ കാര്യം പറയുന്നത് ശരിയാണോ, അതായത് ഇതിന്റെ കഥ മൊത്തം പറയുന്നത് ശരിയാണോ എന്ന് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. ഇത് പറയാൻ കാരണം ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിവ്യൂ കണ്ടു. ഈ സിനിമയുടെ കഥ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. പോരാത്തത് ലാസ്റ്റ് കൊടുത്തത് 1 out of 5 സ്റ്റാർ. അല്ല, ഒരു 1 സ്റ്റാർ കൊടുക്കണോ വേണ്ടതുള്ള ഓരോ ആളെ ഇഷ്ടം. അത് പടം തീരെ വർക്കാകാത്തവരുണ്ടാവും, 100% വർക്കാകുന്നവരും ഉണ്ടാവും. പക്ഷെ പടത്തിന്റെ കഥ മുഴുവൻ എഴുതി വെക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അത് പറഞ്ഞുകൊണ്ട് റേറ്റിംഗിലേക്ക് വരാം. 4.5 out of 5. എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധാരണ പ്രേക്ഷകനാണ്. ഒരു കുടുംബ പ്രേക്ഷകർ എന്നുള്ള വിഭാഗത്തിൽ തന്നെയാണ് ഞാനും എന്നെ ഉൾപ്പെടുത്തുന്നത്. കാരണം അങ്ങനെ ഒരു കീറി മുറിക്കാനുള്ള കാര്യങ്ങളൊന്നും ഒരു സിനിമയിലും ഞാൻ നോക്കാറില്ല.
അതുകൊണ്ട് തന്നെ എന്നെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യിച്ച അനുഭവമാണ് മലയാളി ഫ്രം ഇന്ത്യ. ഇതിന്റെ ബോക്സ് ഓഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷുവർ ഷോട്ട് ഹിറ്റ്. നമ്മൾ ഈ ഓൺലൈൻ മീഡിയയിൽ കാണുന്ന പോലെയൊന്നും ആയിരിക്കില്ല കുടുംബ പ്രേക്ഷകർ ഇതിനെ കാണാൻ പോകുന്നത്. ദിലീപിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഇമേജിന് ചുറ്റൊരു പ്രശ്നമുണ്ട്. നിവിൻ പോളിക്ക് അങ്ങനെയുള്ള യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. നടികറിന്റെ റിവ്യൂവിന് അനുസരിച്ചിരിക്കും ഇത് എത്രമാത്രം ഹിറ്റ് ആവും എന്നുള്ളത്. ഹിറ്റ് സ്റ്റാറ്റസ് ഉറപ്പാണ്.